യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ദ ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ഒരു നല്ല കർത്താവിനെ പറ്റിയാണ്. നമുക്കൊരു വേദവാക്യം വായിക്കാം. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവേശുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും തങ്ങളുടെ വീട്ടിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന കുറേ പണം, $1000 അത് ഉണ്ടായിരുന്നു. അതൊരു കവറിലായിരുന്നു അവർ വെച്ചിരുന്നത്. അവർ അത് വീട് മുഴുവൻ തിരഞ്ഞു. അവർക്ക് അത് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന പണമായിരുന്നു അത്. അവർ വളരെ വിഷമിച്ചു. വീട് മുഴുവൻ അവർ അരിച്ചു പെറുക്കി നോക്കുവാൻ തുടങ്ങി. എല്ലായിടത്തും അവർ തിരഞ്ഞു. വീട്ടിൽ ഇനിയും നോക്കുവാൻ സ്ഥലമില്ല. വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ അവർ തപ്പി. ഒന്നും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അവർ വളരെ വിഷമിച്ചു. ആ സ്ത്രീ ഇരുന്ന് കരയുവാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരിയായ ഭാര്യ ഉറക്കെ വിളിച്ചു പറയുന്നു, "ഓ, ഞാൻ കണ്ടുപിടിച്ചു, അത് കണ്ടുപിടിച്ചു" എന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അവരുടെ ഭവനത്തിൽ പേപ്പറുകൾ പല കൊച്ചു കൊച്ചു കഷണങ്ങളായി മുറിക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു, ഷ്രെഡിംഗ് മെഷീൻ. ആവശ്യമില്ലാത്ത പേപ്പറുകളും എല്ലാം അതിനകത്തിട്ട് അവർ കീറിക്കളയാറുണ്ടായിരുന്നു. എങ്ങനെയോ ഈ പണം വച്ചിരിക്കുന്ന കവർ ആ മെഷീനിൽ വീണ് അത് പല കഷ്ണങ്ങളായി മുറിഞ്ഞ് മാറിയിരിക്കുന്നു. അവർ വളരെ വിഷമിച്ചു. അതെങ്ങനെയാണ് അവിടെ എത്തിയത്? അവർക്ക് 3 വയസ്സുള്ള ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ പേപ്പർ പീസസ് ആ ഷ്രെഡറിൽ ഇട്ട് മുറിച്ച് കളയുന്നത് ഈ കുഞ്ഞ് കാണാറുണ്ടായിരുന്നു. പലപ്പോഴും ഈ കുഞ്ഞും അതിലേക്ക് പേപ്പറുകൾ എടുത്തിടാൻ സഹായിക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് വിചാരിക്കുന്നത് അവനും കൂടെ ഇതെല്ലാം ചെയ്യുവാൻ അവരെ സഹായിക്കുന്നു എന്നാണ്. ഈ കൊച്ചു പൈതൽ ഒരു ദിവസം ഈ കവർ കണ്ടപ്പോൾ അതെടുത്ത് ഈ ഷ്രെഡിംഗ് മെഷീനിലിട്ട് ഷ്രെഡ് ചെയ്ത് കളഞ്ഞു. അവരുടെ ഈ പണം പല പീസസായിട്ട് അരിഞ്ഞ് മാറിയിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ശിഥിലമായി പോയ കറൻസി റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവിഷനുണ്ട്. ഈ ചെറുപ്പക്കാരനായ ഭർത്താവ് അവിടേക്ക് വിളിച്ചു. അത് പ്രതിഫലമൊന്നും വാങ്ങാതെ ചെയ്യുന്ന ഒരു സർവീസാണ്. എന്തെങ്കിലുമൊക്കെ കരണ്ട് തിന്ന കറൻസികൾ, അഴുക്കായി പോയത്, കത്തി പോയത് ഒക്കെ അവിടെ അയച്ചു കൊടുത്താൽ അതിനെ നന്നാക്കി വീണ്ടെടുക്കുന്ന ഒരു ഡിവിഷനാണത്. അത് സൗജന്യമാണ്, അതിന് ഫീസൊന്നുമില്ല. അപ്പോൾ ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവരോട് അത് ഒരു കവറിലിട്ട് അയച്ചു കൊടുക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ദമ്പതികൾ അത് അപ്രകാരം ചെയ്തു. അത്
ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. ആ കവറിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ തിരികെ ലഭിച്ചിരിക്കുന്നു. തികച്ചും സൗജന്യമായ ഒരു സർവീസായിരുന്നു അത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ പണം ഉപയോഗശൂന്യമായി പോയി എന്ന് അവർ വിചാരിച്ചപ്പോൾ, അത് ഉപയോഗിക്കുവാൻ യാതൊരു തരത്തിലും സാധ്യമാകുകയില്ല എന്ന് വിചാരിച്ചപ്പോൾ, അനേക കഷണങ്ങളായി ഈ പണം മാറ്റപ്പെട്ടപ്പോൾ, അതിനെ സൗജന്യമായി വീണ്ടെടുക്കുന്ന ഒരു ഡിവിഷൻ ആ രാജ്യത്തിൻ്റെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതം പലപ്പോഴും പ്രശ്നങ്ങൾ ഏറിയതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരകയറുവാൻ പ്രയാസമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നെ കേൾക്കുന്ന പലരും വിചാരിച്ചേക്കാം, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ പോവുകയുള്ളൂ, എൻ്റെ ജീവിതം പിച്ചി ചീന്തിക്കളഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ആ യുവ ദമ്പതികളുടെ പണം സൗജന്യമായി വീണ്ടെടുത്ത് കിട്ടിയതുപോലെ നമ്മളെയും വീണ്ടെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ കൂടെ നാം പോയാലും, ഇനി നമുക്ക് ഒരു രക്ഷയുമില്ല, ജീവിതത്തിൽ കരകയറുവാൻ ഒരു മാർഗവുമില്ല എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ വീണ്ടെടുക്കുവാൻ, സൗജന്യമായി അത് ലഭിക്കുവാൻ നമുക്കും ഒരു സ്ഥലമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത് സൗജന്യമാണ്. അതെവിടെയാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ. എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം നാറ്റം വെച്ചു പോയെങ്കിലും, നമ്മുടെ ജീവിതം മുഴുവൻ തകർച്ചയിലായിപ്പോയാലും, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നാൽ നമുക്കവിടെ വീണ്ടെടുപ്പുണ്ട്. അവിടെ വീണ്ടെടുപ്പില്ലാത്ത പ്രശ്നങ്ങളില്ല. അത് സൗജന്യമായി നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ജീവിക്കുന്നു. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മുടെ സംസ്കാരം പോലും പിച്ചി ചീന്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് പലരുടെയും ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ നാം ഞെട്ടിപ്പോകും. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ രീതികൾ തന്നെ മാറി കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ അതിശയം തോന്നാറുണ്ട്. നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ എന്ന്. വളരെ വഷളത്വത്തിൽ കൂടെ ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സൗജന്യമായി വീണ്ടെടുപ്പുണ്ട്. പിച്ചി ചീന്തപ്പെട്ട നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം, നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ, ഇതെല്ലാം വീണ്ടെടുക്കുവാൻ, യഥാസ്ഥാനത്താകുവാൻ നമുക്കും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ദൈവം ആ ദേശത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഉപയോഗിച്ചു. നാം ന്യായാധിപന്മാർ 4-ാം അധ്യായം വായിക്കുമ്പോൾ ദെബോറ എന്നൊരു സ്ത്രീയെപ്പറ്റി വായിക്കാം. ന്യായാധിപന്മാർ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം കേട്ടോ, പ്രത്യേകിച്ച് 4, 5 എന്നീ അധ്യായങ്ങൾ. ന്യായാധിപന്മാർ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹൂദ് മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ
ഹാസോരിൽ വാണ കാനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാധിപതി ജാതികളുടെ ഹരോഷ്യത്തിൽ പാർത്തിരുന്ന സിസേറ ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രയേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 80 വർഷത്തെ സമാധാനത്തിന് ശേഷം ഇസ്രയേൽ ജനം ഇതാ വീണ്ടും പ്രശ്നത്തിലായിരിക്കുന്നു. 20 വർഷമായി അവരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ ശത്രുവിനെ അവർ ഇതാ അഭിമുഖീകരിക്കുന്നു. യഹൂദ് മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും ദൈവത്തിന് അനിഷ്ടമായ രീതിയിൽ ജീവിച്ചു. അവർ ദൈവത്തെ കോപിപ്പിച്ചു. അങ്ങനെ ദൈവം അവരെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. ന്യായാധിപന്മാർ 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ആ കാലത്ത് ലപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകയെ ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യേയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രയേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിൻ്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാധിപതി സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസിയായിരുന്നു ദെബോറ. അവൾ വളരെ ധൈര്യശാലിയാണ്. അവൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൾ ദൈവത്തോട് ഇടപെടാതെ സമ്പർക്കത്തിൽ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അവളൊരു പ്രവാചകിയായിരുന്നു. ദൈവം അവളെ ഇസ്രയേലിന് ന്യായപാലനം നടത്തുവാൻ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടും ഇരുന്നു. അവളുടെ ഉപദേശം തേടുവാൻ ഈന്തപ്പനയുടെ കീഴിൽ ജനം വരുമായിരുന്നു. പ്രശ്നങ്ങളൊക്കെയും ജനം ദെബോറയുടെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. അവൾ വളരെ നന്നായി ബുദ്ധിപരമായി ന്യായപാലനം ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാമോ എന്താണ് അവൾക്ക് അങ്ങനെ ജയകരമായി മുന്നോട്ട് പോകുവാൻ സാധിച്ചത് എന്നത്? അവൾ ദൈവത്തോട് സംസാരിക്കുന്നവളായിരുന്നു. അവൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവളായിരുന്നു. അങ്ങനെയാണ് ബാരാക്കിൻ്റെ അടുത്തേക്ക് ആലോചനയുമായി ദെബോറ എത്തുന്നത്. വിജയം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു പോയി. ദേശം ആകെ പാപത്തിലായിപ്പോയി, അന്ധകാരത്തിലായിപ്പോയി. എന്നിട്ടും അവരെ വീണ്ടെടുക്കുവാൻ തയ്യാറായ ഒരു ദൈവം. ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവം തന്നെ. നമ്മുടെ ജീവിതത്തിലും ഏത് കുഴപ്പം പിടിച്ച പ്രശ്നമാണേലും ഏത് ഇരുട്ടിൻ്റെ അവസ്ഥയാണെങ്കിലും നാം ദൈവത്തോടടുത്ത് ചെന്നാൽ, നാം നമ്മുടെ ഹൃദയം ദൈവമുമ്പാകെ പകർന്നാൽ ഉത്തരം തരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. ന്യായാധിപന്മാർ 5:7 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെയും നിങ്ങളെയും ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങൾ ദൈവവുമായി ഒരു കൂട്ടായ്മയിൽ ജീവിച്ചാൽ, നിങ്ങൾ ദൈവവുമായി അടുത്ത സമ്പർക്കത്തിൽ ആയിത്തീർന്നാൽ, ദൈവത്തിൻ്റെ കയ്യിൽ വളരെ മൂർച്ചയേറിയ ആയുധങ്ങളായി
നമുക്കും ആയിത്തീരാം. ദെബോരയെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അവൾ വളരെ അധികാരത്തോടുകൂടി ദൈവവചനം ഘോഷിച്ചു. തൻ്റെ അടുത്ത് വരുന്നവർക്ക് ന്യായം നടത്തി കൊടുത്തു, ഉപദേശങ്ങൾ കൊടുത്തു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനും ദൈവം അവളെ ശക്തമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള തകർന്ന ജീവിതങ്ങളെ, പ്രശ്നത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശത്തെ, അക്രമവും അഴിമതിയും കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മളുടെ ദേശത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് നമ്മിൽ കൂടെ അത് സാധ്യമാകും. നാം ഏൽപ്പിച്ചു കൊടുത്താൽ, നാം ദൈവവചനം വിളിച്ചു പറയുവാൻ തയ്യാറായാൽ, നമുക്ക് ചുറ്റുമുള്ളവരോട് നമുക്ക് നല്ല ഉപദേശം കൊടുക്കുവാൻ നാം തയ്യാറായാൽ, ദൈവത്തോട് മുട്ടുപ്പായി പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. നമ്മുടെ ദേശത്തിനൊക്കെയും വീണ്ടെടുപ്പ് ലഭിക്കും. നമുക്ക് ചുറ്റുമുള്ളവർ ആശ്വാസം പ്രാപിക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് ഉത്തരം തരും. ആ ചെറുപ്പക്കാരായ ദമ്പതികൾ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചപ്പോൾ അവർ ആ വികലമായി പോയ പണം അയച്ചു കൊടുക്കുകയും അതിന് അല്പസമയം എടുത്താണ് അവർ തിരികെ അയച്ചത്. അവർ പറഞ്ഞ അതേ സമയം ഇത് നടന്നില്ല. അതിനൊരു കാലയളവുണ്ടായിരുന്നു അവർക്ക് തിരിച്ച് ലഭിക്കുവാൻ. അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ ദൈവം തക്ക സമയത്ത് തീർത്തു തരും. പലപ്പോഴും നാം വിചാരിക്കുമ്പോൾ നടക്കണം എന്നില്ല. ദൈവത്തിന് തക്കതായ സമയങ്ങളുണ്ട്. അതിന് ദൈവത്തിന് തക്കതായ കാരണങ്ങളുമുണ്ട്. അവൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി നമുക്ക് ചെയ്തു തരും. എനിക്കും നിങ്ങൾക്കും അതിനായി കാത്തിരിക്കുവാനുള്ള ക്ഷമയുണ്ടോ? ക്ഷമയും സഹിഷ്ണുതയും നമ്മുടെ വിജയത്തിന് വളരെ ആവശ്യമാണ് കേട്ടോ. പലരും ചോദിച്ചേക്കാം, നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്നാ മാറാത്തത്? ഇന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, കുടുംബത്തിലുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തക്ക സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിങ്ങൾ ആരെയും നോക്കി കൈ ചൂണ്ടരുത് കേട്ടോ. അവർക്ക് തക്ക സമയത്ത് ദൈവം ഉത്തരം കൊടുത്തേക്കും. അത് ഞാനും നിങ്ങളും തീരുമാനിക്കുന്ന സമയത്തല്ല. ചില വിഷയങ്ങൾക്ക് എനിക്ക് ഉത്തരം ലഭിച്ചത് ചില വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നും ഞാൻ പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും ഞാൻ മുട്ടുപ്പായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവം തക്ക സമയത്ത് അത് ചെയ്തു തരുന്ന ദൈവമാണ്. വിശ്വാസത്താൽ നമുക്ക് ജയം ഏറ്റെടുക്കാം. അതെ, അസ്ഥികളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നീറുന്ന അനുഭവങ്ങളുണ്ടായിരിക്കാം, നാറ്റം വെച്ച വിഷയങ്ങളുണ്ടായിരിക്കാം. സഹോദര സഹോദരി, വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാമോ? അതിനൊരു പ്രതിഫലവും കൊടുക്കേണ്ട. സർവീസ് ഫ്രീ ആണ്. ദൈവം നമുക്ക് സൗജന്യമായി നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഉത്തരം നൽകുന്ന ദൈവമാണ്. പലപ്പോഴും പലയിടത്തും നമുക്ക് പോയി കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ പണം കൊടുക്കണം, സ്വാധീനിക്കണം, കാത്തിരിക്കണം. ഇത് അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ കർത്താവിന് നമ്മുടെ ആരുടെയും പണം ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും സാധിച്ചു തരണമെങ്കിൽ നമ്മുടെ വിശ്വാസം മാത്രം ആവശ്യമാണ്. നമുക്ക് ആരുടെയും റെക്കമെൻഡേഷനും ആവശ്യമില്ല. പലർക്കും ദൈവത്തോട് നേരിട്ട് പോയി സംസാരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരിൽ കൂടെയൊക്കെയാണ് പറയുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കാൻ തയ്യാറാണോ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാൻ നമുക്ക് ഒരു റെക്കമെൻഡേഷൻ്റെയും ആവശ്യമില്ല. അവിടെ ആർക്കും കൈക്കൂലി കൊടുക്കണ്ട, ആരെയും സ്വാധീനിക്കേണ്ട.
ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം നമ്മെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദെബോരയെ ദൈവം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായി ശക്തമായി ഉപയോഗിച്ചത് നാം വായിച്ചല്ലോ. ദൈവവചനം വളരെ ശക്തിയേറിയതാണ്. അതിന് നമ്മുടെ പാപ സ്വഭാവത്തെ കഴുകി വെടിപ്പാക്കുവാൻ ശക്തിയുള്ളതാണ്. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്കെല്ലാവർക്കും സൗഖ്യം ലഭിച്ചിരിക്കുന്നു. എബ്രായർ 4:12 ഇപ്രകാരം വായിക്കാം: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവവചനം വളരെ ശക്തിയേറിയതാണ്. ദൈവവചനം ധൈര്യമായി വിളിച്ചു പറയുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ഒരു മൈക്രോഫോണിൻ്റെ മുമ്പിൽ ഒന്നും വിളിച്ചു പറയണമെന്നില്ല. വിഷമിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, പ്രശ്നത്തിലായിരിക്കുന്നവരുണ്ട്, ദുർമാർഗികളുണ്ട്. ഇവരോടെല്ലാം ദൈവവചനം ധൈര്യമായി നിങ്ങൾക്ക് വിളിച്ചു പറയാമോ? ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെ ഉപദേശിക്കുവാൻ സാധിക്കുമോ? നമുക്ക് ചുറ്റും ഉള്ളവരുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒക്കെ ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്വം ഉള്ളവരാണ്. ദൈവം ദെബോരയെ ശക്തമായി ഉപയോഗിച്ചിരിക്കുന്നു. പുരുഷന്മാർക്ക് മാത്രമേ ലീഡർഷിപ്പിൽ വരാവുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്കത് വിശ്വസിക്കാം. വിജയമെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാട്ടുപാടി, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മിൽ പലരും പലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും ഒരു വിടുതൽ കിട്ടിയാൽ അത് പിന്നെ വിളംബരം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. താൻ ഏതാണ്ടൊക്കെ വലിയത് ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെയെല്ലാം നടന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൽ 5-ാം അധ്യായത്തിൽ വായിക്കാം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയെന്ന്. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം: രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവിതരുവിൻ, ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും, ഇസ്രയേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. അവർക്ക് കിട്ടിയ ജയത്തിന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ദൈവത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. നമ്മുടെ സ്വന്തം മിടുക്കുകൊണ്ട് ഒന്നും നടക്കില്ല. ദൈവം ജയിപ്പിച്ചെങ്കിൽ മാത്രമേ നാം ജയിക്കുകയുള്ളൂ. നാം ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളായി കാണുവാൻ സാധിക്കും. അതേസമയം നാം ഒരു ടെലസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാര്യങ്ങളെ ഉള്ളതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ജോൺ പൈപ്പർ ഒരിക്കൽ പറഞ്ഞു, അതുകൊണ്ട് നമ്മളൊന്നും മൈക്രോസ്കോപ്പ് പോലെ ആകരുത്, നമ്മൾ ആ ടെലസ്കോപ്പ് പോലെ ആയിരിക്കണം എന്ന്. നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ്. ഒന്നിൻ്റെയും മഹത്വം എടുക്കുവാൻ സാധിക്കുകയില്ല. നാം ദൈവമുമ്പാകെ താണ് എല്ലാത്തിനും ദൈവത്തിന് നന്ദി കരേറ്റി എല്ലാം ദൈവത്താൽ സാധിച്ചു എന്ന് വിശ്വസിച്ച് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. 1 പത്രോസ് 2:9 ഇപ്രകാരം വായിക്കാം: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നാം ആരാണെന്ന് നാം വ്യക്തമായി അറിയേണ്ടതാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വളരെ മഹത്വകരമായ ഒരു വിളിയാണ് നമ്മളുടെ മേൽ ഉള്ളത്. നമ്മെ വളരെ വിലയേറിയവരായി ദൈവം കണ്ടിരിക്കുന്നു. നാം വളരെ സൂക്ഷ്മതയോട് ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടവരാണ്. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്താൽ
ഉപയോഗിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ എങ്ങനെ നമുക്ക് ദൈവവുമായി ഒരു ആഴമായ ബന്ധമുണ്ടാകുമെന്നും എങ്ങനെ നമുക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാം എന്നും ഒക്കെ വളരെ ആഴമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതും ദൈവവചനം വായിക്കുന്നതുമൊക്കെ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നില്ലെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ താഴ്മയോടെ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ എനിക്കും നിങ്ങൾക്കും വിടുതലില്ല, രക്ഷയില്ല. നമുക്ക് നമ്മുടെ ഏത് പ്രശ്നങ്ങളുമായി, ഏത് നീറുന്ന പ്രശ്നവുമായി, ഏത് നാറ്റം വെച്ച അവസ്ഥയിലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ഒരു ഫീസുമില്ലാതെ, ഒരു സ്വാധീനങ്ങളും ഇല്ലാതെ നമുക്ക് നേരെ ചെന്ന് ദൈവസന്നിധിയിൽ കാര്യം ബോധിപ്പിക്കുകയും തക്ക സമയത്ത് ദൈവം നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതും ആയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മഹത്വകരമായി ഉപയോഗിക്കുവാൻ ആ ദെബോറയെ പോലെ അവിടുത്തെ പദ്ധതികൾക്കായി കണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഇണങ്ങിയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ദൈവമേ അവിടുത്തെ അറിഞ്ഞവർ, ദൈവസന്നിധിയിലേക്ക് ജീവിതം സമർപ്പിച്ചവരെ ഞാൻ അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങളിൽ വയ്ക്കുന്നു. അവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, പ്രശ്നത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും അവിടുത്തേക്ക്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.